എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. cap.mgu.ac.in/UGCAP 2025/ എന്നുള്ള ലിങ്ക് മുഖേന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ ജൂൺ 12-ാം തീയതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി ജൂൺ 10-ാം തീയതിക്ക് തന്നെ, അതായത് ഏകദേശം ഒരു ജൂൺ 10-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളത് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ PD കോട്ട, കൾച്ചറൽ കോട്ട, സ്പോർട്സ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിലേക്കുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കോളേജുമായി ബന്ധപ്പെടുകയും അതിനുശേഷം നിങ്ങളുടെ പ്രവേശന സാധ്യത മനസ്സിലാക്കി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് നോക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് നിങ്ങൾ ആദ്യം തന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മെറിറ്റ് കോട്ട, അതായത് സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, അതുപോലെ PD കോട്ട എന്നിങ്ങനെ 3 കോട്ടകളാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു കോളേജിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രവേശനം നേടുന്ന സമയപരിധി എന്ന് പറയുന്നത് ജൂൺ 13-ാം തീയതിക്ക് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾ പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് ഈ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ താഴെയായിട്ട് തന്നെ ലോഗിൻ ഹിയർ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും പേര്, ആധാർ നമ്പർ, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പരീക്ഷാ ബോർഡ്, രജിസ്റ്റർ നമ്പർ, സംവരണ വിഭാഗം എന്നിവ ഒഴികെയുള്ള തിരുത്തലുകൾ വരുത്തുന്നതിനും 13/6/2025 വരെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നാളെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ, അതായത് ഇതുവരെ MG യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്നവർക്കും പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം 13/6/2025 വരെ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിലേക്ക് നിലവിൽ അപേക്ഷിച്ചവർക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും പുതുതായിട്ട് അപേക്ഷിക്കുന്നതിനും 13/6/2025 വരെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനായിട്ട് കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ എന്ന ഓപ്ഷനിലൂടെ ലോഗിൻ ചെയ്യേണ്ടതാണ്. എന്നാൽ സ്പോർട്സ്, കൾച്ചറൽ, PD കോട്ടകളിലേക്കുള്ള പുതുതായി അപേക്ഷിക്കുന്നതിന് ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതല്ല. 3-ാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക അലോട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ സമയത്തും തുടർ രജിസ്ട്രേഷൻ വേളയിലും PD കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാകുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകും, ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും നൽകി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതും, അതിനുശേഷം അപ്ഡേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതും ആണ്. ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതായത് ഇഫ് ദ കാൻഡിഡേറ്റ് വാണ്ട് ടു ചേഞ്ച് ഹിസ് ഓപ്ഷൻ ഓൾറെഡി രജിസ്റ്റർഡ്, ഹി ഓർ ഷീ മേ റിവൈസ് the option as desired and should see that the options are listed as per his or her priority.
കാൻഡിഡേറ്റ് ഷുഡ് സേവ് ഓപ്ഷൻസ് ആഫ്റ്റർ മോഡിഫിക്കേഷൻ. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് എഡിറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഷുഡ് ഫൈനലി ക്ലിക്ക് ഓൺ ദ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വെരിഫിക്കേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഡാറ്റ. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എല്ലാവിധ തിരുത്തലുകളും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തിയതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഫൈനൽ സബ്മിഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ദർ ഈസ് നോ നീഡ് ടു സബ്മിറ്റ് ദ പ്രിൻ്റ് ഔട്ട്. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ മോഡിഫൈ ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്തതിൻ്റെയോ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് നിങ്ങൾ അയക്കേണ്ടതില്ല. കാൻഡിഡേറ്റ് ഷുഡ് ടേക്ക് കെയർ ടു ലോഗ് ഔട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ മോഡിഫിക്കേഷൻ പ്രോസസ്സ്. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വല്ല റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു കറക്ഷനും ഒന്നിലധികം സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 13-ാം തീയതി 13/6/2025 വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എഡിറ്റുകൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.